മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ കാനഡയിൽ ഞങ്ങൾ വന്നതിന് ശേഷം ടൊറൻറ്റോയിൽ പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൊറൻറ്റോയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കാണുന്ന കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് CN ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് CN ടവർ. CN എന്ന് പറഞ്ഞാൽ കനേഡിയൻ നാഷണൽ എന്നാണ്. ഇത് ഇവിടുത്തെ ഒബ്സർവേഷൻ ടവറാണ്. 553.3 മീറ്റർ ഉയരമുണ്ട് ഇതിന്. ഇത് 1976 പണി കഴിപ്പിച്ചത്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. ഒണ്ടാറിയോ പ്രൊവിൻസിലെ ടൊറൻറ്റോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ചുറ്റിലൊക്കെ ഒന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ അകത്തൊക്കെ മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിതിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് പോകാം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് റിപ്ലെസ് അക്വേറിയം ഉള്ളത്. രണ്ട് കുതിരകളുടെ പുറത്ത് 2 പോലീസുകാർ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ അവർക്ക് ചെറിയ ബ്രേസ്ലെറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് അവർ പോവാണ്. ബ്രേസ്ലെറ്റ് കിട്ടുന്നതൊക്കെ അവർ കൈകളിലിട്ട് വെച്ചിരിക്കുകയാണ്. കൈ നിറയെ ബ്രേസ്ലെറ്റാണ്. ഇവിടെ ഇന്ന് ടൈലർ സ്വിഫ്റ്റിൻ്റെ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരൊക്കെ പോകുന്നത്. അവരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബ്രേസ്ലെറ്റുകൾ ഷെയർ ചെയ്യുന്നത്. ആ ബ്രേസ്ലെറ്റാണ് ഇവർ പോലീസുകാർക്കും കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും കൈ നിറയെ ബ്രേസ്ലെറ്റുകളാണ്. ഇവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് അക്വേറിയത്തിലേക്ക് വന്നതാണ്. ഇതാണ് ഇവിടുത്തെ അക്വേറിയം. ഇതിൻ്റെ അകത്തേക്ക് പോയില്ല, പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടതുള്ളൂ. നല്ല തിരക്കാണ് ഇവിടെ. വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CN ടവറിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അക്വേറിയത്തിലും കൂടെ കയറിയിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും സമയം ഒരുപാടാവും. അതുകൊണ്ട് അക്വേറിയത്തിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ പിന്നൊരു ദിവസം കാണാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. കാരണം ഇവിടെ റോജേഴ്സ് സെൻറ്ററിൽ ഇന്ന് ടൈലർ സ്വിഫ്റ്റിൻ്റെ
ഷോ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി വരുന്ന ആളുകളുടെ വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തന്നെ ഒരു റെയിൽവേ മ്യൂസിയം കൂടെയുണ്ട്. ഇപ്പോൾ സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി CN ടവറിലേക്ക് പോവുകയാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ ഉള്ളതുപോലെ തന്നെ ഉള്ള ചെക്കിംഗ് ആണ്. അതിനായിട്ട് ആൾക്കാരോട് ക്യൂ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കേണ്ടതിൻ്റെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇനി ടവർ കാണാനായിട്ട് പോവുകയാണ്. നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്താൽ മാത്രമേ നമ്മളെ ഇതിനുള്ളിലേക്ക് കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ നമ്മളത് സ്കാൻ ചെയ്തിട്ട് പോവാണ്. ആ ടവറിനെ കുറിച്ച്, അതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ലിഫ്റ്റിൽ കയറി CN ടവറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ 5 മണി കഴിയുമ്പോഴേക്കും തന്നെ നല്ല ഇരുട്ടായി തുടങ്ങും. ഇതിപ്പോൾ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയ സമയമാണ്. ഇപ്പോൾ CN ടവറിൻ്റെ മുകളിൽ നിന്നും എടുത്തൊരു വീഡിയോയാണ്. ഈ ഒരു സമയം വരെ ഞങ്ങളിവിടെ നിന്നു. അതിന് ശേഷമാണ് നമ്മൾ നൈറ്റുള്ള കാഴ്ചകൾ, ലൈറ്റിംഗ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് പക്ഷേ വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് കാണുന്നില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് പുറത്തു നിന്നുള്ള CN ടവറിൻ്റെ നൈറ്റുള്ള കാഴ്ചയാണ്. പിന്നെ ഞങ്ങൾ വന്നത് ഇവിടെ അടുത്തുള്ള ഈറ്റൺ മാളിലേക്കാണ്. മാളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീ ആണ്.
അപ്പോൾ ടൊറൻറ്റോയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.